മഹത്വം ഞാൻ കണ്ടിടുമ്പോൾ മറക്കുന്നു എന്നെ ഞാൻ. മഹത്വം ഞാൻ കണ്ടിടുമ്പോൾ മറക്കുന്നു എന്നെ ഞാനില്ലിനി നീ മാത്രമാണെന്നുമേ. 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 വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ആമേൻ. ഒരു നീതിമാനായ മനുഷ്യനാണ് ജോസഫ്. എന്നാൽ ആ മനുഷ്യൻ മറിയയ്ക്ക് ഒരു അപവാദം വരുത്തരുത് എന്ന് വെച്ച് ഗൂഢമായിട്ട് അവളെ ഉപേക്ഷിക്കാൻ പ്ലാൻ ചെയ്തു. അതാണ് ആ മനുഷ്യൻ നീതിമാൻ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. എനിക്കൊരു അപവാദം വരരുതെന്നല്ല, അവൾക്കൊരു അപവാദം വരരുത്. സ്തോത്രം. ഞാൻ നിമിത്തം മറ്റാർക്കും ഒരു തകർച്ച വരരുത് എന്ന ഒരു മനോഭാവമുള്ള മനുഷ്യനായിരുന്നു ജോസഫ്. എനിക്ക് ഈ വചനം കുറേ കഴിഞ്ഞാണ് മനസ്സിലായത്. ഞാൻ ഓർത്തത് അവളെ വിവാഹം കഴിച്ചിട്ട് എൻ്റെ ജീവിതം തകരരുത് എന്ന് ചിന്തിച്ചെന്നല്ല അവിടെ എഴുതിയേക്കുന്നത്. ഞാൻ അവളുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും അപവാദം വരുമോ? മറ്റുള്ളവരുടെ ഉയർച്ചകൾക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു ജോസഫ്. എന്നിട്ട് എൻ്റെ അടുത്തൊരു വാക്കാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, അവളെ ചേർത്ത് കൊള്ളുന്ന ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിൽ ഇന്ന് നിങ്ങൾക്ക് തരുന്ന ദൂതിതാണ്. നിങ്ങളൊരു ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, തെറ്റായൊരു തീരുമാനമെടുക്കാൻ ദൈവം നിങ്ങളെ സമ്മതിക്കത്തില്ല. ആമേൻ. അവൻ ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ പ്ലാൻ ചെയ്തെങ്കിലും തെറ്റായൊരു തീരുമാനം എടുക്കാൻ ദൈവം അനുവദിച്ചില്ല. നിങ്ങളുടെ ജീവിതത്തിലും കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, കർത്താവിൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, തെറ്റായ തീരുമാനങ്ങളും തെറ്റായ വഴികളിലൂടെയൊന്നും സഞ്ചരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ അബ്രഹാമിൻ്റെ ഭാര്യയെ ആ കാലഘട്ടത്തിലൊരു രാജാവ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അർദ്ധരാത്രി ദൈവം ഇറങ്ങി വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അവളെ തൊട്ടാൽ നിന്നെ കൊന്നുകളയും. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമാണ്, നീതിമാനായവരെ നീ അവരെ തകർത്ത് കളയുമോ? ഉടനെ ദൈവം പറയാണ്, നീ പാപം ചെയ്യാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്തത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ അരുതാത്ത ചില കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ദൈവം തന്നെ അവരെ ഗൈഡ് ചെയ്യും. എന്തോ ചിലരുടെ മേൽ ദൈവത്തിൻ്റെ ഒരു വലിയ ഗൈഡൻസ് ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന്, തെറ്റായ തീരുമാനം എടുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. 2,
എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, നീ അവളെ ചേർക്കുന്നതിനകത്ത് ശങ്കിക്കേണ്ട. ആമേൻ. കാര്യങ്ങൾ വ്യക്തമാക്കി തരും. എന്ത് ചെയ്യണമെന്നറിയാതെ അത് തിരഞ്ഞെടുക്കണോ, അങ്ങനെ പോകണോ എന്നൊക്കെ നിങ്ങൾക്കൊരു അവ്യക്തതയുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വ്യക്തതകൾ തരും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്ത് തിരഞ്ഞെടുക്കണം, എന്ത് തിരഞ്ഞെടുക്കണ്ട. യെസ്, ഇത്ര നല്ലൊരു ദൈവത്തെ നമുക്ക് അനുഗമിപ്പാൻ ദൈവം നൽകിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. അടുത്ത വാക്കിങ്ങനെ പറയുന്നത്, സ്തോത്രം, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾക്ക് എന്താണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് കർത്താവ് പറഞ്ഞു തരും. തീർന്നില്ല. ഒന്നുമല്ലാത്ത ആ വ്യക്തിയെ ഒരു വലിയ ദൈവ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റും. ഇന്ന് ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് തരാൻ പരിശുദ്ധാത്മ നൽകിയ ദൂത് ഇവയൊക്കെയാണ്. ഒന്ന്, തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. കാര്യങ്ങൾക്കകത്തെല്ലാം ഒരു വ്യക്തത ദൈവം തരാൻ പോകുകയാണ്. എന്ത് ചെയ്യണമെന്ന് കർത്താവ് കാണിച്ചു തരാൻ പോകുകയാണ്. ഒരു കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഉത്തരങ്ങൾ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. അടുത്തൊരു കാര്യം, നിങ്ങളെ ദൈവപദ്ധതിയുടെ ഒരു ഭാഗമാക്കാൻ പോകുകയാണ്. ഉറപ്പ്. നിങ്ങൾ ഇന്നോർക്കും, ഞാൻ തകർന്നു പോയോ, ഇങ്ങനൊരു സ്റ്റെപ്പ് വെച്ചാൽ എൻ്റെ ജീവിതം പാഴായി പോകുമോ, ഇങ്ങനൊരു സ്റ്റെപ്പ് വെച്ചാൽ ലോകത്തിൽ ഞാൻ അപമാനിക്കപ്പെടുമോ? ഇല്ല. ലോകത്തിൽ അപമാനിക്കപ്പെടുമെന്ന് ചിന്തിച്ച വിഷയത്തിലാണ് ലോകം ഇന്ന് ജോസഫിനെ ആദരിക്കുന്നത്. കർത്താവിനോട് പറയുന്നു, നിങ്ങളെ കാത്തിരിക്കുന്നത് അപമാനങ്ങളും അപവാദങ്ങളുമല്ല, ആദരവുകളും ഓണറിങ്ങുമാണെന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ ഒരു വലിയ ഓണറിങ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ്. യെസ്, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ തെറ്റായ ദിശകളിൽ നിന്ന് ശരിയായ മാർഗത്തിലേക്ക് അങ്ങ് കൊണ്ടുവരാൻ പോകുന്നതിന് നന്ദി പറയും. കർത്താവെ, വഴി ഏതെന്നറിയാതെ കർത്താവ് ചില നാൾക്കവലുകളിൽ നിൽക്കുന്നത് പോലെ നിൽക്കുന്നവർക്ക് വ്യക്തതയോടുകൂടി കർത്താവെ അങ്ങ് ഒരു ശരിയായ ദിശയിലേക്ക് അവരെ തിരിക്കുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു പിതാവെ. കർത്താവെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അങ്ങ് നന്മകളെ പകരുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വ്യക്തതയോടുകൂടി ഇന്നത്തെ ദിവസം മുഴുവൻ കർത്താവ് കാര്യങ്ങളെ നേരിടുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കുന്നു. ചില സംഘർഷങ്ങളുടെ നടുവിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ ഇതിന് മുമ്പിലുണ്ട്. ആ ജോലി തിരഞ്ഞെടുക്കണമോ, ആ ബിസിനസ് ചെയ്യണമോ, ആ യാത്ര പോകണോ, അത് എൻ്റെ ലൈഫിലേക്ക് ദൈവം അയക്കുന്നതാണോ? ചില കുഞ്ഞുങ്ങളുടെ വിവാഹ സംബന്ധമായ വിഷയങ്ങൾ, അതിനകത്ത് വ്യക്തമായൊരു മറുപടി പറയാൻ കഴിയാത്ത ചില വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ സ്വപ്നത്തിൽ എന്ന വണ്ണം കർത്താവരോട് ഇടപെടണമേ, വചനത്തിലൂടെ ഇടപെടണമേ, വ്യക്തതകൾ കിട്ടണമേ. അവരുടെ ലൈഫ് ഒരു റോങ് ഡിസിഷൻ എടുക്കാൻ അനുവദിക്കരുത്. അവരുടെ ലൈഫിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥിക്കുന്നവരിൽ രോഗികളുണ്ട്, കടഭാരത്താൽ ഞെരുങ്ങുന്നവരുണ്ട്, പ്രത്യേകിച്ച് കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളുള്ളവരുണ്ട്. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് അഭിവൃദ്ധിയുടെ ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്, സൗഖ്യത്തിൻ്റെ ദൈവമാണ്. ഇപ്പോൾ തന്നെ ഈ മക്കൾ സൗഖ്യവും ആരോഗ്യവും വിടുതലും പ്രാപിക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായി മുമ്പോട്ട് പോകാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൂടെയുണ്ട്. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ചെലവഴിക്കുക. ദൈവത്തിൻ്റെ വലിയ കരം, കൃപ കൂടെ ഉണ്ടായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.